സുഖം പ്രാപിക്കാനാണ് രോഗികൾ ആശുപത്രിയിലേക്ക് വരുന്നത്. പക്ഷെ എന്ത് ധൈര്യത്തിലാണ് ഈ ഇടിഞ്ഞു പൊളിഞ്ഞു വീരാറായ കെട്ടിടത്തിലേക്ക് ആളുകൾ എത്തേണ്ടത്? ആദ്യം ചികിത്സ വേണ്ടത് ഈ ആശുപത്രിക്ക് തന്നെയാണ്. ഒരാഴ്ച മുമ്പ് ശസ്ത്രക്രിയ കഴിഞ്ഞ സിനാൻ ഓരോ ദിനവും പേടിയോടെയാണ് തള്ളി നീക്കിയത്. ഏത് നിമിഷവും അടർന്നു വീഴാവുന്ന ഭിത്തിയായിരുന്നു തലയ്ക്ക് മുകളിൽ. ഞാനിപ്പോ കാലിന് സർജറിക്ക് വേണ്ടിയിട്ടാണ് വന്നത്. ഇനിയിപ്പോൾ അത് വീണിട്ട് വേറെ സർജറി ചെയ്യേണ്ടി വരുമെന്നൊരു പേടിയുണ്ടായിരുന്നു. ഇത് ഇപ്പോൾ വലിയ അവിടുന്ന് മാറിക്കിടന്നുകൊണ്ട് ഇപ്പോൾ വലിയ പേടിയില്ല. എന്നാലും ഇവിടെയൊക്കെ വീഴുന്നൊരു പേടിയുണ്ട്. ജനറൽ വാർഡിലും അത്യാഹിത വിഭാഗത്തിലും എക്സ്റേ മുറിയിലും വരെ എവിടെ തിരിഞ്ഞാലും ഇതാണ് അവസ്ഥ. ആശങ്കയിലായ ഡോക്ടർമാർ തന്നെ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അജേഷ് രാജന് കത്ത് നൽകി. പഴയ ആശുപത്രി ബ്ലോക്കിൽ ഇനിയും ജോലി ചെയ്യുന്നത് ജീവൻ വരെ അപകടത്തിലാക്കുമെന്നും പകരം സംവിധാനം ഒരുക്കണമെന്നുമായിരുന്നു ആവശ്യം. ഇതിന്റെ കോൺക്രീറ്റ് പാളികൾ അടർന്നു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട്, അപ്പോൾ പ്രത്യേകിച്ചും ഓപ്പറേഷൻ കഴിഞ്ഞ രോഗികളും സ്ത്രീകളും കുട്ടികളും കിടക്കുന്ന ഒരു വാർഡെന്ന നിലയിൽ നമുക്കതിനകത്തൊരു സുരക്ഷിതത്വ ഭീഷണി ഉണ്ടായിട്ട് ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് പ്രവർത്തിക്കുന്നതിന്റെ ഒരു ആശങ്ക. വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലായതിനാൽ പുതിയ കെട്ടിടത്തിന് NOC ആവശ്യമാണ്. NOC ലഭിച്ചാൽ ഉടൻ കെട്ടിടം പൊളിച്ചു പണിയാമെന്നും സർക്കാർ ഇടപെടൽ അടിയന്തരമായി വേണമെന്നും നഗരസഭ പറയുന്നത്. ഗവൺമെന്റ് തലത്തിലുള്ള എല്ലാ പ്രധാനപ്പെട്ട ആളുകളുമായിട്ട് ഈ വിഷയം അവതരിപ്പിക്കുകയും ആ അനുകൂലമായ തീരുമാനമെടുക്കാമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ നിലവിൽ ഇതുവരെയും ഗവൺമെന്റ് ആരോഗ്യവകുപ്പിന്റെ കെട്ടിടം നിർമ്മിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് NOC നൽകാത്തത് മൂലം ഈ പദ്ധതി കഴിഞ്ഞ 3 വർഷത്തിലേറെയായി അനുവദിച്ചതിനു ശേഷം പെൻഡിംഗ് ആയി കിടക്കുകയാണ്. വർഷങ്ങൾ പഴക്കമുള്ള കെട്ടിടത്തിന്റെ ചില ഭാഗങ്ങൾ മുൻപും അടർന്നു വീണിരുന്നു. സർക്കാർ സംവിധാനമാണ്, പരിമിതികളുണ്ട്. പക്ഷേ ജീവന് തന്നെ ഭീഷണിയായി ഒരാശുപത്രി കെട്ടിടം. ഒരപകടം വന്ന് ഉണരുന്നതിനേക്കാൾ നല്ലത് കാണേണ്ടവർ ഇപ്പോഴേ കാണുന്നതാണ്. പ്രജോഷ് കുമാറിനൊപ്പം അരുൺ അമൃതനാഥ്, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.